കഴിഞ്ഞ ദിവസം മറ്റേ സൂര്യയുടെ അപരാധം കാണാൻ പോയപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബറോസിൻ്റെ ട്രെയിലർ 3D കാണേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് രാവിലെ 4 മണിക്കത്തെ സിനിമയാണ് കാണാൻ പോയത്. 1 മണിക്കൂർ ലേറ്റായി KDM വന്നപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിലർ പ്ലേ ചെയ്തില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ കട്ടൊക്കെ അത് മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. കാരണം ഇപ്പോൾ യൂട്യൂബിൽ വന്നപ്പോഴേക്കും ഞാൻ ബറോസിൻ്റെ ട്രെയിലർ കണ്ടു ഒഫീഷ്യൽ. ഫ്രെയിം ബ്രേക്ക് 3D ഐമാക്സിലൊക്കെ കാണുന്ന പോലത്തെ ഫ്രെയിം ബ്രേക്ക് 3D. ഞാൻ നിങ്ങൾക്ക് ഇതേ ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ പൊന്നതേ, ഇതാണ് ഫ്രെയിം ബ്രേക്ക് 3D എന്ന് പറയണത്. അതായത് കുറച്ച് ഇമേജസ് ഫ്രെയിമിന് പുറത്ത് വരും. ഇപ്പോൾ ഒരു സ്കോപ്പ് റേഷ്യോ പടമാണെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് ബാർ വരുന്നിടത്ത് മുകളിലും താഴെയൊക്കെ ആയിട്ട് ബ്രേക്ക് ചെയ്ത് 3D എഫക്ട്സ് വരും. ഭയങ്കര പോപ്പൗട്ടായിട്ട് അത് നിൽക്കും, അല്ലെങ്കിൽ ഭയങ്കര ഡെപ്തിലേക്ക് ബാക്കി സംഭവങ്ങൾ പോകും. നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വുൾവറീന് ഐമാക്സിൽ ഫ്രെയിം ബ്രേക്ക് 3Dയിലായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ കുറച്ച് സിനിമകൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പൊതുവെ ഐമാക്സിൻ്റെ എക്സ്ക്ലൂസീവായിട്ടാണ് ഇത് വരാറുള്ളത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇത് ഇനി DMR ചെയ്തിട്ടുണ്ടോ ഐമാക്സിലേക്ക് എന്നുള്ളത്. അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രെയിം ബ്രേക്ക് 3D എന്ന് പറഞ്ഞാൽ പൊതുവെ എക്സ്ക്ലൂസീവ് ടു ഐമാക്സ് ആണ്. അതുകൂടെ ലാലേട്ടൻ കൊണ്ടുവരികയാണെങ്കിൽ മോനെ വിഷയം എന്ന് ഞാൻ പറയും. കാരണം ഓൾറെഡി ഈ സിനിമ പ്രോപ്പറായിട്ട് 3D ക്യാമറാസ് യൂസ് ചെയ്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഏത് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോണി വെനസ് 2 ആണോ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വെനസ് 1 ആണോ യൂസ് ചെയ്തിരിക്കുന്നത്, ഒന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ. അവതാർ എടുത്ത ക്യാമറ ഇട്ടത്, അപ്പോൾ അതുപോലെ ആണോ യൂസ് ചെയ്തേക്കണമെന്ന് എനിക്കറിയത്തില്ല. ലാലേട്ടനായതുകൊണ്ട് ഹി ഹാസ് അൺലിമിറ്റഡ് ആക്സസ്. അതുകൊണ്ട് തന്നെ എന്തും വെച്ച് ഷൂട്ട് ചെയ്തേക്കാം. എനിക്കറിയില്ല, ദി ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ ചാൻസ്. കമ്മിങ് ബാക്ക് ടു ദ ട്രെയിലർ, ഇത് തീർച്ചയായിട്ടും സിനിമ എനിക്ക് ഉറപ്പാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ലാലേട്ടൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു മൈഡിയർ കുട്ടിച്ചാത്തം പോലൊരു സാധനം കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, ജിജോ പൊന്നൂസ് ഇതിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ഇടയിൽ വെച്ച് പുള്ളി അത് ചില കാരണത്താൽ അതിൽ വിട്ടുമാറി നിൽക്കുകയാണ്. പക്ഷേ നവോദയ സ്റ്റുഡിയോ തന്നെ കുറേ സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ റൊട്ടേറ്റിംഗ് പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. റൊട്ടേറ്റിംഗ് റൂം ഉണ്ടല്ലോ, ബ്രഹ്മയുഗത്തിലൊക്കെ ചെയ്തേക്കണ പോലെ. നമ്മുടെ ആദ്യമായിട്ട് അത് മൈഡിയർ കുട്ടിച്ചാത്തലിനാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. റൂം കടന്ന് കറങ്ങുമ്പോഴുള്ള പരിപാടി, നമ്മുടെ നോളം വരെ ഇൻസെപ്ഷൻ ചെയ്തേക്കണ പരിപാടി, അത് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ട്രെയിലറിൽ കാണാം. ഒരു സീനിൽ ലാലേട്ടൻ സൈഡിൽ കൂടെ നടന്നു വരുന്നത് റൊട്ടേറ്റിംഗ് ഇതിലെടുത്തതാണ് റൂമിൽ. എന്തായാലും ഇത് ഒരു മൈഡിയർ കുട്ടിച്ചാത്തൻ വൈബ് സാധനമായിട്ടാണ് ലാലേട്ടൻ കൊണ്ടുവരുന്നത്, ഡിസ്പ്ലേ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ ട്രെയിലർ കാണുമ്പോൾ അറിയാം ദിസ് ഇസ് ഇൻറ്റൻഡഡ് ഫോർ കിഡ്സ് മോസ്റ്റ്ലി. പിന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാൻറ്റസി ചിത്രമായിട്ടാണ് ഇത് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇതൊരു തികച്ചും ഫാൻറ്റസി ചിത്രമാണ്. ഇതിനകത്ത് ലാലേട്ടൻ പറക്കാം, എന്താണ്, രണ്ടായി പിരിയാം, രണ്ടാൾക്കാരെ സ്പ്ലിറ്റ് ആവാം, ഭൂതമാണ്, എന്തും ചെയ്യാൻ പറ്റും. ഹി ഹാസ് അൺലിമിറ്റഡ് ആക്സസ് ടു ഡൂയിങ് വാട്ട് എവർ ഹി വാണ്ട്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പടം മാത്രമായാൽ മതി, വേറെ ഒന്നും വേണ്ട. അതിനകത്ത് എന്ത് കാട്ടിക്കൂട്ടിയാലും അടിപൊളി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആ മൈൻഡിൽ. കാരണം ഒരു ഭൂതമാവുമ്പോൾ എന്തും ചെയ്യാം. അലാദിനിൽ നമുക്ക് അതിനകത്തുള്ള ജീനി എന്ത് കാണിക്കുന്ന പോലെയാണ്, നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് അതൊരു എൻ്റർടൈനിങ് മൂവി ആയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കുറേയൊക്കെ മാറിയെന്ന് പറയേണ്ടത്. ഇതിൻ്റെ ടീസർ ഇറങ്ങിയപ്പോഴേക്കും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. മറ്റേ ആ ഡയലോഗ് ഡെലിവറിയൊക്കെ എനിക്ക് വല്ലാതെ ക്രിഞ്ചായിട്ട് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇത്തവണ ഇതിൽ സംഭവം മാറ്റി, ഹി ഹാസ് റീവർക്ക്ഡ് ഇറ്റ്. എന്തോ സംതിങ് ഈസ് ഡിഫറൻറ്റ്. ഭയങ്കര പോസിറ്റിവിറ്റി ഈ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടപ്പോഴേക്കും. കാരണം എത്ര മിനിറ്റ് ഉണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞു പോലുമില്ല ഇത് തീർന്നു. അതാണ് രസം. 2 മിനിറ്റും 3 സെക്കൻഡും ഞാൻ അറിഞ്ഞു പോലുമില്ല ഈ സംഭവം പോയത്. ദൈവം, ഞാൻ ഒറ്റക്കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ, നല്ലത് പറയാനുള്ളൊരു അവസരം ഉണ്ടാവണേ എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ, ഇത് കൂടാതെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടീം, എല്ലാം പണ്ടാറുമുണ്ട്. ഒരു തികച്ചും ഫാൻറ്റസി ചിത്രം, എത്ര എക്സ്റ്റെൻറ്റ് വരെ പോകാം, എന്ത് വേണമെങ്കിൽ കാണിക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഹിറ്റായ പിടിച്ചാൽ കിട്ടില്ല, അതൊരു സാധനമായി മാറും. മൈഡിയർ കുട്ടിച്ചാത്തൻ പോലെ ഒരു റെവല്യൂഷണറി മൂവി ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആയാൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഈ ഒരു ട്രെയിലർ, ഈ വെർച്വൽ 3D ട്രെയിലർ, ഐ എം ഇംപ്രസ്ഡ്. അടിപൊളിയാണ്. ഇതെനിക്ക് എന്തായാലും PXL അല്ലെങ്കിൽ വനിതയിലൊന്ന് കാണണം 3Dയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലുള്ളത് ഒരു മേജർ ചാൻസ് മിസ്സായത് ആ പാണ്ടാറ പടം കാരണം. അത് ലേറ്റ് ആയതുകൊണ്ടാണ് അത് പണിയായത്. കുറേ പേർക്ക് കാണാൻ പറ്റിയെന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ല. ADCയിലുള്ളവരൊക്കെ കണ്ടു തോന്നുന്നുണ്ട്. അവിടെ ഫ്രെയിം ബ്രേക്ക് 3D ഉണ്ടായിരുന്നോ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്ന വിഷ്വൽസ് ഉണ്ടായിരുന്നോ എന്നുള്ള. എനിക്ക് ട്രെയിലർ പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, എന്താണ് കോപ്പിറൈറ്റ് പണ്ടാരം വിഷയമൊക്കെ കാരണം. പക്ഷേ ഇത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സീൻ നോക്കണേ, ലാലേട്ടൻ്റെ കൈ ഉണ്ട് വേറെ സ്ഥലത്തായിരിക്കുന്നത്.
ഫ്രെയിമിൻ്റെ പുറത്തായിരിക്കണം. അതുപോലെ കുറേ സീൻസ് ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും കുറേ സീൻസ്. ഇപ്പോൾ ഈ കയറുതെ ഇതിൻ്റെ പുറത്താണ്. ഇവിടെ ഒരു പർട്ടിക്കുലർ സീനിൽ ഒരു 2 പേര് ഈ കൈ പുറത്താണ്. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല പല സാധനങ്ങൾ ഫ്രെയിമിന് പുറത്തുണ്ട്. ലാലേട്ടൻ തന്നെ പുറത്തായിട്ട് നിൽക്കുന്നതാണ് ഫ്രെയിമിൻ്റെ. അത് നിസ്സാര പണിയൊന്നും അല്ല എടുത്തിരിക്കുന്നത്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലെയറിങ് അടിപൊളിയായിരിക്കും. ഇതുണ്ട് ഈ കുട്ടി തന്നെ ഇത്രയും പോർഷൻ എന്താണ് അടുത്തേക്കാണ് ഇരിക്കുന്നത്, ഫ്രെയിമിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ഇതുണ്ട് ഒരുപാട് സീൻസ്. സാധാരണ ഒരു സിനിമയിൽ ഇപ്പോൾ മാർവലിലെ സിനിമയിൽ 1-2 സീനൊക്കെ ഉണ്ടോ, ഇത് 2 മിനിറ്റ് ട്രെയിലറിൽ ഫ്രെയിം ബ്രേക്കിൻ്റെ അയ്യങ്കളിയാണ്. അത് തന്നെ വെരി ഇംപ്രസ്ഡ്. ഐ ആം സൂപ്പർ ഇംപ്രസ്ഡ്. ഇപ്പോൾ വാസ്കോ ഡ ഗാമയാണ് തോന്നുന്നത് പുള്ളി ഇതേ പുറത്തിരിക്കുന്നത്. അങ്ങനെ ഇത് എന്താണ് ഇത്, ഓൾമോസ്റ്റ് എല്ലാ സീനിലും ആരെങ്കിലുമൊക്കെ എന്താണ് ഫ്രെയിം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഐ ആം ഹൈപ്ഡ് ഫോർ ദിസ് മൂവി നൗ. കാരണം ഇതുപോലൊരു ലെവൽ 3D ആരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മാർവലിൽ സിനിമകൾ ഐമാക്സിൽ പോയി കണ്ടവരോ അല്ലെങ്കിൽ മറ്റേ ഫാൻറ്റാസ്റ്റിക് ബീസ്റ്റ് എന്താണ് തിയേറ്ററിൽ പോയി കണ്ടവരോ അങ്ങനെയുള്ളവരൊക്കെയും 3D കണ്ടേക്കണതിൽ ഈ ഫ്രെയിം ബ്രേക്ക് കണ്ടിട്ടുണ്ട്. അതും ഞാൻ പറയില്ല, മൊത്തം സിനിമ 1-2 സീനൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് 2 മിനിറ്റിൽ ഇതിൻ്റെ അയ്യങ്കളി ഫ്രെയിം ബ്രേക്കിൻ്റെ. ലാലേട്ട ഐ ആം സൂപ്പർ ഹൈപ്പ് ഫോർ ദിസ് മൂവി നൗ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഇപ്പം തന്നെ ആകെ ഇറങ്ങിയിട്ട് 1/2 മണിക്കൂറുള്ള ട്രെയിലർ. കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കണ്ടു നോക്കുക. ഞാൻ എന്താ ഈ പറഞ്ഞ ഫ്രെയിം ബ്രേക്ക് 3D എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു മുകളിലും അടിയിലും വരുന്ന ലെറ്റർ ബോക്സിങ് അല്ലെങ്കിൽ ബ്ലാക്ക് ബാർസിന് പുറത്ത് വരുന്ന രീതിയിൽ 3D വരുന്നുണ്ട്. അത് യൂഷ്വലി ഐമാക്സിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മാരക എഫക്റ്റാണ്. ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം കിട്ടും. പുറത്തേക്ക് പോപ്പ് ചെയ്യുന്ന എഫക്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഡെപ്തോ കിട്ടും. എൻ്റെ മണി ഇതൊന്ന് ഐമാക്സിൽ കാണാൻ ഒരു സീൻ ആലോചിച്ച് നോക്കി. വേറൊരു പ്രത്യേകത ഉണ്ട്, ഈ സിനിമ റിലീസ് ചെയ്യുന്നത് December 25 ഐക്കോണിക് ആയിട്ടുള്ള ലാലേട്ടൻ്റെ സിനിമകൾ ഇറങ്ങിയ ദിവസം, ഐക്കോണിക് ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് ഇറങ്ങിയ ദിവസമാണ്. എൻ്റെ മോനെ ഇത് വിഷയമായി കഴിഞ്ഞാൽ സീൻ മാറും, സീൻ വേറെ സീനാവും. ഇപ്പം എനിക്ക് ഇച്ചിരി രോമാഞ്ചൊക്കെ അടിച്ചു തുടങ്ങി സംഭവം. ഇത് കണ്ടിട്ട് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. ആസ് എ ഫാൻറ്റസി മൂവി സ്പോട്ട് ഓൺ അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. ക്രിഞ്ച് ഡയലോഗ് അല്ലെങ്കിൽ ആ സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് വളരെ നീറ്റ്ലി മെയ്ഡ് ഒരു മൂവി ആണെങ്കിൽ അടിച്ച് കസറും പടം. അതെനിക്ക് തോന്നുന്നത്. എന്തായാലും ക്വാളിറ്റി ഓഫ് ദി ട്രെയിലർ, ക്വാളിറ്റി ഓഫ് മേക്കിംഗ് എല്ലാം കിടു. ഇതൊന്ന് 3D കാണാം, എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം അത് 3Dയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പംപ്ഡ്, അതെനിക്ക് പറയാനുള്ളത്. ആസ് എ ലാലേട്ടൻ ഫാൻ ഞാൻ കട്ടക്ക് പംപ്ഡായി. ഇപ്പം ഇങ്ങനെ വേണം ഒരു സാധനം ഉടക്കുക. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, 1-2 സീനുകൾ കാണാൻ കിട്ടുന്ന ഹോളിവുഡ് സിനിമയിൽ നിന്നും ഇവിടെ ഓരോ ഫ്രെയിമിലും ഓരോരോ ഫ്രെയിം ബ്രേക്ക്. ഇത് 3Dയിൽ ഐ എം ഷുവർ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതാണ് പ്രോപ്പർ 3D ക്യാമറ എടുത്തിട്ട് ഫ്രെയിം ബ്രേക്കൊക്കെ സെറ്റ് ചെയ്ത് ലെയർ ചെയ്ത് വന്നാലുള്ളൊരു ഗുണം. ഇതിൻ്റെ 3D ആരാണോ ചെയ്തിരിക്കുന്നത്? ഇറങ്ങി ഒന്നും കമൻറ്റ് ചെയ്യണേ. ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് അടക്കി വെക്കണമെന്നുണ്ട്, പക്ഷേ ഇല്ല, ഞാനത് തുറന്ന് കാണിക്കുന്നത്. ഗൈസ് ഐ ആം പംപ്ഡ് നൗ. ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്തുള്ള കുട്ടി എവിടെയൊക്കെ ഒരു ഗെയിം ഓഫ് ത്രോൺസിലുള്ള എനിക്ക് ആ മേസി വില്യംസിൻ്റെ ഒരു വൈബ് അടിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് എവിടെയൊക്കെയോ ആ ഒരു ചായക്കാച്ചിലുണ്ട്. നിങ്ങൾക്ക് തോന്നിയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ട്രെയിലർ പൊളി. ലാലേട്ടാ സൂപ്പർ ട്രെയിലർ, അടിപൊളി.